ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സൈലത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ GK എങ്ങനെ സിമ്പിളായിട്ട് പഠിക്കാമെന്ന് പലതവണ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ തവണയും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് ചുറ്റും നടക്കുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പഠനം വളരെ സ്ട്രീം ലൈൻ ആവും, വളരെ എളുപ്പത്തിൽ മുന്നോട്ട് പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ഥിരം കാണുന്ന എന്നാൽ നമ്മൾ ഒബ്സർവ് ചെയ്യാത്ത എന്നാൽ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വന്നിട്ടുള്ളൊരു മേഖലയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്കറിയാം 10 രൂപ നോട്ട് മുതൽ 500 രൂപ നോട്ട് വരെയുള്ള എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? 10ന്റെ 20ന്റെ 50ന്റെ 100ന്റെ 200ന്റെ 500ന്റെ ഈ നോട്ടുകളുടെ പിൻഭാഗത്തുള്ള ചിത്രങ്ങളുണ്ട്. ഹിസ്റ്ററിക്കലി വളരെ റിലവൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്ന ചിത്രങ്ങളാണ് നമുക്കതിൽ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ചിത്രങ്ങളെന്ന് ഓർത്തു വെക്കാൻ പറ്റുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. 10 മുതൽ 500 വരെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഓർത്തു വെക്കാനായിട്ട് സാധിക്കുന്നത്? ഓരോ നോട്ടും നമുക്ക് എടുക്കാം. 10 രൂപയുടെ നോട്ട് എടുക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എക്കണോമിക്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ ഹൂ ഇഷ്യൂസ് ദ 10 രൂപി നോട്ട്സ്, അല്ലെങ്കിൽ കറൻസിയുടെ ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഒപ്പിടുന്ന ആളെ നമുക്കറിയാം, RBI ഗവർണറാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇതിൽ എത്ര ഭാഷകളിലാണ് കറൻസി ഇഷ്യൂ ചെയ്യുന്നത് എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതും നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അതും RRB തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ചിത്രമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ചിത്രം ഒന്ന് നോക്കി. സൺ ടെമ്പിൾ കൊണാർക്ക്, കൊണാർക്കിലെ സൂര്യഭഗവാന് വേണ്ടിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അവിടുത്തെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു മോണുമെൻ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്ക് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? ഇതാ ഒന്ന് വായിച്ചു നോക്കി. ദ സൺ ടെമ്പിൾ അറ്റ് കൊണാർക്ക് ഈസ് പോപ്പുലർലി നോൺ ആസ് ദ ഡാഷ്. അപ്പോൾ ഇതിനെ മാറ്റി മറ്റൊരു രീതി ചോദിച്ചിട്ടുണ്ട്. സൺ ടെമ്പിൾ ഏത് സംസ്ഥാനത്താണെന്ന്. കൊണാർക്ക് നമുക്കറിയാം ഒഡീഷയിലാണ്. ഈ ഒരു ചോദ്യത്തിലേക്ക് വരാം. എല്ലാ ചോദ്യത്തിലും എല്ലാ ഓപ്ഷനിലും പഗോഡ എന്നൊരു ടേം കാണാൻ പറ്റുന്നുണ്ട്. പഗോഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിന്ദു ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചറിൽ പല ലെയറിൽ കാണുന്ന ബിൽഡിങ്സിനെയാണ് പഗോഡ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പഗോഡാസ് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഏത് പഗോഡയാണ് സൺ ടെമ്പിൾ കൊണാർക്ക് എന്നാണ്? അപ്പോൾ ഉത്തരം അറിയാവുന്നവർ പറയുക, ഉത്തരം അറിയാത്തവർ വെയിറ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞുതരാം. സൺ ടെമ്പിൾ കൊണാർക്ക്, ഇതാ ശ്രദ്ധിച്ചേ. കൊണാർക്കിലെ സൺ ടെമ്പിൾ 1984 ശ്രദ്ധിക്കുക, 1984 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ട ഒന്നാണ്. യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് 1984 ആഡ് ചെയ്യപ്പെട്ടതാണ് ഒഡീഷയിലെ സൺ ടെമ്പിൾ കൊണാർക്ക്. 2, ഇത് ഏത് തരം ആർക്കിടെക്ചറാണ്? ഇതൊരു ഹിന്ദു ആർക്കിടെക്ചറാണ് കേട്ടോ. ഹിന്ദു ആർക്കിടെക്ചർ ഒഡീഷ ഭാഗത്തായതുകൊണ്ട് ആ ഭാഗത്തുള്ള വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒഡീഷ അല്ലെങ്കിൽ കലിംഗ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിലാണ് ഈ ക്ഷേത്രം പണിയെടുപ്പിക്കപ്പെട്ടുള്ളത്. ഏത് രാജാവാണിത്? നോട്ട് ചെയ്യുക. നരസിംഹദേവ 1. നരസിംഹവർമ്മൻ അല്ല കേട്ടോ, അത് പല്ലവ രാജാവാണ്. സൗത്ത് ഇന്ത്യ ആണ്, തമിഴ്നാടാണ്. അപ്പോൾ ദ്രവീഡിയൻ ആർക്കിടെക്ചറാണ്. ഇത് കലിംഗ രാജാവാണ്, നരസിംഹദേവ 1. മൂപ്പരുടെ ഡൈനാസ്റ്റി രാജവംശം എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി. ക്ലിയർ? ഏത് ദൈവത്തിന് വേണ്ടിയിട്ടാണ്? ആ പേരിൽ പറയുന്ന പോലെ തന്നെ സൂര്യദൈവത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ബിൽഡിംഗ് ഒന്ന് നിങ്ങൾ നോക്കിയേ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ആർക്കിടെക്ചറാണ്. വെയിലടിച്ച് കറുത്തു പോകില്ല, അങ്ങനെ ഓർത്താൽ മതി. വെയിലടിച്ച് മൂപ്പര് കറുത്തു പോയി. അപ്പോൾ ഈ സൺ ടെമ്പിൾ കൊണാർക്ക് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ബ്ലാക്ക് പഗോഡ. ബ്ലാക്ക് പഗോഡ. ഒഡീഷയിൽ തന്നെയുള്ള മറ്റൊരു മോണ്യുമെന്റ് അറിയപ്പെടുന്ന പേരാണ് വൈറ്റ് പഗോഡ. വൈറ്റ് പഗോഡ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. അപ്പോൾ വൈറ്റ് പഗോഡ എന്ന് അറിയപ്പെടുന്ന മോണ്യുമെന്റ് ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ദാ ഈ കാണുന്ന ഈ ക്ഷേത്രത്തിലെ ഈ ഒരു ചിത്രമാണ് നമുക്ക് 10 രൂപയുടെ പുറകിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത നോട്ട് നോക്കി. 20 രൂപയുടെ നോട്ട്. 20 രൂപയുടെ നോട്ടിന്റെ പുറകിലും നിങ്ങൾക്കൊരു ചിത്രം കാണാനായിട്ട് സാധിക്കും. എന്താ ഈ ചിത്രം? സൂം ചെയ്ത് നോക്കിയേ. എല്ലോറ കേവ്സ്. എല്ലോറ ഗുഹകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയതും ഏറ്റവും മനോഹരമായിട്ടുള്ള ഗുഹാക്ഷേത്രങ്ങൾ നമുക്ക് എല്ലോറയിലും അജന്തയിലും കാണാനായിട്ട് സാധിക്കും. ഈ എല്ലോറ എവിടെയാണെന്ന് അറിയാമോ? എല്ലോറ, അജന്ത രണ്ടും മഹാരാഷ്ട്രയിലാണ്, നമ്മുടെ വെസ്റ്റേൺ ഗാട്സിലാണ്. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇതാണ്. വായിക്കുക. ഹൂ ബിൽഡ് ദ എല്ലോറ കേവ്സ്? എത്ര പഠിച്ചാലും തെറ്റിക്കുന്ന 2 ഏരിയ ആണ് എല്ലോറ കേവ്സും അജന്ത കേവ്സും. കാരണം രണ്ടും മഹാരാഷ്ട്രയിലാണെങ്കിലും രണ്ടും 2 കാലഘട്ടത്തിലാണ്. പല മതങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ്, പല രാജവംശങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിലെ ഏറ്റവും പഴയത് അജന്തയാണ്, അജന്ത കേവ്സ്. ഈ അജന്ത കേവ്സും ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. എല്ലോറ കേവ്സും ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. എല്ലോറ കേവ്സ് പണി കഴിപ്പിച്ചത് ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഉത്തരം അറിയാവുന്നവർ പറയുക. ഓപ്ഷൻ എലിമിനേഷൻ ഭയങ്കര സിമ്പിളാണ്. പല്ലവ, സൗത്ത് ഇന്ത്യൻ ഡൈനാസ്റ്റി, തമിഴ്നാട് വിട്ടു പോയിട്ടില്ല. ചാലൂക്യ, കർണാടകത്തിന് മുകളിലേക്ക് വളരെ കുറച്ച് സമയത്തെ അവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നുള്ളൂ. ശതവാഹനന്മാർ ഡൗട്ട് ഉണ്ടാക്കാം, രാഷ്ട്രകൂട്ടാസ് ഡൗട്ട് ഉണ്ടാക്കാം. ഈ 2 പേര് വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ പോസിറ്റീവ് മാർക്ക് കൊണ്ടുപോയിട്ട് നെഗറ്റീവ് മാർക്ക് ആക്കുന്നത്. ശതവാഹനന്മാർ അജന്തയുമായിട്ട് ബന്ധപ്പെട്ടവരാണ് കേട്ടോ. രാഷ്ട്രകൂടന്മാരാണ് എല്ലോറ കേവ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ എന്താണ് എല്ലോറ കേവ്സിന്റെ പ്രത്യേകത?
1983 ഇന്ത്യയിലെ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. നമുക്കറിയാം ഇന്ത്യയിൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ അല്ലെങ്കിൽ ലോക പൈതൃക പട്ടിക ആദ്യമായിട്ട് വരുന്നത് തന്നെ 1983. അപ്പോൾ ആദ്യം ആഡ് ചെയ്യപ്പെട്ട സൈറ്റുകളിലൊന്നാണ് എല്ലോറ. എവിടെയാണ്? മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് എന്ന് പറയുന്ന ജില്ലയിലാണ്. ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രമല്ല കേട്ടോ, അത് നിങ്ങൾ എടുത്ത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഹിന്ദു, ബുദ്ധിസ്റ്റ്, ജൈന ക്ഷേത്രങ്ങൾ നമുക്ക് ഈ എല്ലോറയിൽ കാണാനായിട്ട് സാധിക്കും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർക്കിടെക്ചറാണ്. ഈ ചിത്രം കണ്ടില്ലേ, ഇതാണ് 20 രൂപയുടെ നോട്ടിൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ എല്ലോറയിലെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചിട്ടുള്ളത് രാഷ്ട്രകൂടന്മാരുടെ കാലഘട്ടത്തിലാണ്. രാഷ്ട്രകൂടന്മാർ വളരെ പ്രോമിനൻ്റ് ആയിട്ട് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഡൈനാസ്റ്റിയാണ്. അവരുടെ ക്യാപിറ്റലിൻ്റെ പേരും അവരുടെ ഫൗണ്ടറിൻ്റെ പേരും നമ്മളോട് ചോദിക്കും, അറിയാവുന്ന ഒരു കമൻ്റ് ആയിട്ട് പറയുക. പിന്നെ മഹാരാഷ്ട്ര ഭാഗത്തുണ്ടായിരുന്ന വളരെ ചെറിയൊരു ഡൈനാസ്റ്റി, നമ്മളങ്ങനെ പരീക്ഷയ്ക്ക് പഠിക്കുന്നൊന്നുമില്ല. മഹാരാഷ്ട്ര PSC ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലാതെ SSC RRBക്ക് കണ്ടിട്ടില്ല. ആ ഒരു ഡൈനാസ്റ്റിയുടെ പേരാണ് യാദവ ഡൈനാസ്റ്റി. ഈ യാദവ ഡൈനാസ്റ്റിയും അവിടെ കുറച്ച് ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ ഹിന്ദു, ബുദ്ധിസ്റ്റ് ക്ഷേത്രങ്ങൾ പ്രധാനമായിട്ടും പണി കഴിപ്പിച്ചത് രാഷ്ട്രകൂടന്മാരും, യാദവ ഡൈനാസ്റ്റി പണി കഴിപ്പിച്ചത് അവിടുത്തെ ജൈന ക്ഷേത്രങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ഉത്തരം പറയേണ്ടുന്ന മറ്റൊരു മോണുമെന്റ് ആണ് ഈ കാണുന്ന അജന്ത കേവ്സ്. അജന്ത കേവ്സ് 20 രൂപയുടെ നോട്ടിലില്ല കേട്ടോ, എല്ലോറ മാത്രമേ ഉള്ളൂ. അജന്ത കേവ്സ് ആരാണ് പണി കഴിപ്പിച്ചത്, ഏത് കാലഘട്ടത്തിലാണ്, ഏത് മതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നിലധികം രാജവംശങ്ങൾ അതിന്റെ കൺസ്ട്രക്ഷനിൽ ഇൻവോൾവ് ആണെങ്കിൽ അവരുടെ പേരും പറയുക. ഓക്കെ, അങ്ങനെ 20 കഴിഞ്ഞു. ഇനി 50 രൂപയിലേക്ക് പോവാം. 50 രൂപയുടെ നോട്ടിന്റെ പുറകിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് കാണാനായിട്ട് സാധിക്കും ഹംപിയിലെ രഥങ്ങളാണ്, രഥങ്ങളുടെ ചാരിയറ്റ്സ്. ഈ രഥങ്ങളുടെ ഫോമിലാണ് അവിടെ നമുക്ക് പ്രതിഷ്ഠകൾ അല്ലെങ്കിൽ ദൈവങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നത്. ഹംപിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരു മലയാളം സിനിമയിൽ, ആനന്ദം എന്നോ മറ്റാണ് സിനിമയുടെ പേര്, മലയാളം സിനിമയിൽ ഹംപി വിസിറ്റ് ചെയ്യുന്നത് പറയുന്നുണ്ട്. മ്യൂസിക്കൽ പില്ലേഴ്സ് എന്നൊക്കെ പറഞ്ഞ് അതിമനോഹരമായിട്ട് ഹംപിയെ കാണിക്കുന്നുണ്ട്. ഈ ഹംപിയെ പറ്റി നമ്മളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട്. ദ റൂയിൻസ് ഓഫ് ഹംപി വെയർ ബ്രോട്ട് ടു ലൈറ്റ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് ഹംപി എന്ന് പറയുന്ന ആ ഒരു സൈറ്റിന്റെ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടതാണെങ്കിലും ആ സൈറ്റിന്റെ ഭംഗി പുറം ലോകത്തിന് കാണിച്ചു കൊടുത്തത്? ഓപ്ഷൻ വായിച്ചേ. കോളിൻ മക്കൻസി, ജെയിംസ് പ്രിൻസപ്പ്, വില്യം ജോൺസ്, അലക്സാണ്ടർ കണ്ണിങ്ഹാം. 4 ഓപ്ഷനും അടിപൊളിയാണ്. 4 ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ജെയിംസ് പ്രിൻസപ്പ് അശോകന്റെ എഡിക്റ്റുകൾ ഡീകോഡ് ചെയ്ത വ്യക്തിയാണ്. കരോഷ്തി ബ്രഹ്മി ലിപികൾ ഡീകോഡ് ചെയ്ത വ്യക്തിയാണ്. വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ സ്ഥാപകൻ. അലക്സാണ്ടർ കണ്ണിങ്ഹാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ, ഇന്ത്യൻ ആർക്കിയോളജിയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹമാണ് കേട്ടോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഹംപിയെ നമുക്ക് കാണിച്ചു തന്ന വ്യക്തി, ബ്രിട്ടീഷ് ഓഫീസർ എന്ന് പറയുന്നത് കോളിൻ മക്കൻസി. ഒരു ബ്രിട്ടീഷ് കേണലായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേരാണ് കോളിൻ മക്കൻസി. ഈ ഹംപി എവിടെയാ? 1986 വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ട ഹംപി എന്ന് പറയുന്നത് ഇന്നത്തെ കർണാടകയിലെ വിജയനഗര എന്ന് പറയുന്ന ജില്ലയിലാണ്. ഈ വിജയനഗര എന്ന് പറയുന്ന രാജവംശത്തിന്റെ ക്യാപിറ്റൽ ആയിരുന്നു ഹംപി. ഹംപിയല്ല, ക്യാപിറ്റലിന്റെ പേര് വിജയനഗരം എന്നാണ്. പിൽക്കാലത്ത് 1565 നമ്മൾ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കും, തളിക്കോട്ട യുദ്ധത്തിൽ ഇവർ തോൽക്കുന്നുണ്ട്, വിജയനഗരം ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ട സിറ്റിയുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് നമുക്കിന്ന് ഹംപിയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഹംപി ആയിരുന്നില്ല അവരുടെ ക്യാപിറ്റൽ, ആ റിമെയിൻസ് ആണ് ഹംപി ആയിട്ട് അറിയപ്പെടുന്നത്. ഇന്നത്തെ കർണാടകയിലാണ്. വിജയനഗര സാമ്രാജ്യം നിങ്ങൾക്കറിയായിരിക്കും, കൃഷ്ണദേവരായരെ പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള രാജാക്കന്മാർ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ ഹംപി വിസിറ്റ് ചെയ്ത യൂറോപ്യൻസ് ഹംപിയെ പറ്റി പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ സിറ്റി, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റി എന്നൊക്കെ പറയുന്ന ഹിസ്റ്ററിക്കൽ സോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. പെഗെയിൻ ഞാൻ പറയുകയാണ്, ഹംപി എന്ന് പറയുന്നത് വിജയനഗരയുടെ തലസ്ഥാനമായിരുന്നു. ഹംപി ഏത് നദിയുടെ തീരത്താ? കർണാടകയുടെ ലൈഫ് ലൈൻ എന്ന് പറയാവുന്ന ഒരു നദിയാണ് തുംഗഭദ്ര നദി. തുംഗഭദ്ര ഒരു ഇൻഡിപെൻഡന്റ് നദിയല്ല, തുംഗഭദ്ര മറ്റൊരു നദിയുടെ പോഷക നദിയാണ്. അത് മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ജോഗ്രഫി എന്നുള്ളത്. തുംഗഭദ്ര ഈസ് എ ട്രിബ്യൂട്ടറി ഓഫ് ഡാഷ്. ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? അതും അറിയാവുന്ന ഒരു ഉത്തരം പറയണം കേട്ടോ. ഹംപിയിൽ നിങ്ങൾ പോകണം, തീർച്ചയായിട്ടും പോകണം. അങ്ങനെ ഡയറക്റ്റ് ട്രെയിൻ കണക്ടിവിറ്റി ഒക്കെ നമുക്കുണ്ട്. ഹംപിയിൽ പോകുമ്പോൾ നിങ്ങൾ പോകാൻ പോകുന്ന പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങളുണ്ട്, അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ. എന്താണ്? വിരൂപാക്ഷ ടെമ്പിളും വിജയ വിത്താല ടെമ്പിളും. വിരൂപാക്ഷ ടെമ്പിൾ ഏത് ദൈവത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് RRB. വിരൂപാക്ഷ ടെമ്പിൾ എന്ന് പറയുന്നത് ലോർഡ് ശിവഭഗവാന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ്. വിജയ വിത്താല ടെമ്പിളിന്റെ ലൊക്കേഷനാണ് ചോദിച്ചിട്ടുള്ളത്, ഹംപിയാണ്. വിജയ വിത്താല ടെമ്പിൾ, വിത്തോബ വിത്താല എന്ന് കേട്ട് കഴിഞ്ഞാൽ കണ്ണും പൂട്ടി ലോർഡ് വിഷ്ണു എന്ന് കൊടുത്തുള്ളൂ കേട്ടോ. വിഷ്ണുവിൻ്റെ ഒരു ഫോമാണ് ലോർഡ് വിത്താല എന്ന് പറയുന്നത്. വേറെയും കുറേ ക്ഷേത്രങ്ങളുണ്ട്, മ്യൂസിക്കൽ പില്ലേഴ്സ് ഉണ്ട്. വളരെ ഫേമസ് ആയിട്ട് ഒരു ഡെസ്റ്റിനേഷനാണ് ഹംപി. ഹംപിയുടെ ആർക്കിടെക്ചർ ചോദിക്കും. നമുക്കറിയാം സൗത്ത് ഇന്ത്യൻ ആർക്കിടെക്ചറിനെ നമ്മൾ ദ്രവീഡിയൻ ആർക്കിടെക്ചർ എന്ന് പറയും, നോർത്ത് ഇന്ത്യൻ ആർക്കിടെക്ചറിനെ നമ്മൾ നഗര ആർക്കിടെക്ചർ എന്ന് പറയും, രണ്ടിൻ്റെ മിക്സ്ചറിന് നമ്മൾ വേസര ആർക്കിടെക്ചർ എന്ന് പറയും.
വേറെ കലിംഗ ആർക്കിടെക്ചർ ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, സൺ ടെമ്പിൾ, കൊണാർക്ക്. എന്നാൽ വിജയനഗരത്തിന്റെ ആർക്കിടെക്ചറിനെ വളരെ യുണീക്കായിട്ട് വിളിക്കുന്ന ഒരു പേരുണ്ട്, നോട്ട് ചെയ്യുക, പ്രോവിഡ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. അതായത് സൗത്ത് ഇന്ത്യൻ ദ്രവീഡിയൻ സ്റ്റൈലും, പിന്നെ അന്ന് നമുക്കറിയാം ഇന്ത്യയിൽ ഇസ്ലാം വന്ന് ഡെക്കാൻ സുൽത്താനേറ്റ്, ബാമണി സുൽത്താനേറ്റിൻ്റെ ഒക്കെ ഒരു കാലഘട്ടമാണ്, ബാമണി സുൽത്താനേറ്റിൻ്റെ, ഡെക്കാൻ സുൽത്താനേറ്റിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ ആ സൗത്ത് ഇന്ത്യയിലെ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറും, അങ്ങനെ ദ്രവീഡിയൻ ആർക്കിടെക്ചറും ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറും ചേർന്ന വിജയനഗരയിൽ മാത്രം കണ്ടുവരുന്ന ആർക്കിടെക്ചർ എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം പ്രോവിഡ ആർക്കിടെക്ചർ. പ്രോവിഡ ആർക്കിടെക്ചർ. അപ്പം നിങ്ങൾ നോക്കുക, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ മോണുമെൻ്റ് ആണ് നമ്മുടെ വിരൂപാക്ഷ ടെമ്പിൾ. ഹംപിയിൽ കാണുന്ന മറ്റൊരു മോണുമെൻ്റ് ഈ രഥമാണ് നമ്മൾ ഇപ്പം നോട്ടിൻ്റെ പുറകിൽ കണ്ടത്. അപ്പോൾ അതാ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല, വെറുതെ ക്ലോസ് ആയിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് അതെന്താണെന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. 100 രൂപയുടെ നോട്ട് എടുക്കുക. 100 രൂപയുടെ നോട്ടിൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും റാണി കി വാവ്. കഴിഞ്ഞ SSC CGL-ൻ്റെ ടയർ 1-ന് ചോദിച്ചിരുന്നു. RRB NTPC 2019 കാലഘട്ടത്തിൽ നടത്തിയ ഒരു ഷിഫ്റ്റിൽ റാണി കി വാവ് കണ്ടിരുന്നു. ഏത് രാജവംശമാണ് പണി കഴിപ്പിച്ചതോ, ഏത് സംസ്ഥാനത്താണ് ലൊക്കേഷൻ എന്നാണ് ഉത്തരം അറിയാവുന്നവർ പറയുക. ഇന്ത്യയിലെ അതിമനോഹരമായിട്ടുള്ള ഒരു സ്റ്റെപ്പിലാണ് ഏത് സംസ്ഥാനം, ഏത് രാജവംശം. ക്ലിയർ? അടുത്തത് 200 രൂപയുടെ നോട്ട്. ഇത് ചോദിക്കുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അശോക രാജാവിൻ്റെ കാലഘട്ടത്തിൽ പണി കഴിപ്പിക്കപ്പെട്ടിട്ടുള്ള ബുദ്ധൻ്റെ റിമെയിൻസ് ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന, ബുദ്ധന്മാരെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് പോയി പ്രാർത്ഥിക്കുന്ന അവരുടെ ആരാധനാലയം, സ്തൂപങ്ങൾ. ഈ സ്തൂപങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അവശേഷിക്കുന്ന സ്തൂപമാണ് സാഞ്ചിയിലെ സ്തൂപം. സാഞ്ചി സ്തൂപം ആരാണ് പണി കഴിപ്പിച്ചത്, അത് ഏത് സംസ്ഥാനത്താണ്? സാഞ്ചിയിലെ സ്തൂപത്തിൻ്റെ ഈ എൻട്രൻസിൽ കുറേ കഥകൾ കൊത്തിവെച്ചിട്ടുണ്ടല്ലേ, നമ്മൾ ക്ലാസ്സിൽ പഠിക്കും. ബുദ്ധൻ മുൻജന്മങ്ങളിൽ ആരായിരുന്നു എന്ന് പറയുന്ന ജാതക കഥകൾ, ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട ജാതക കഥകളാണ് നമുക്ക് ഈ റെയിലിങ്സിൽ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് 500 രൂപയുടെ നോട്ട്. 500 രൂപയുടെ നോട്ടിൻ്റെ പുറകിൽ എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനം നമ്മുടെ പ്രധാനമന്ത്രി, ആരാണോ പ്രധാനമന്ത്രി, അദ്ദേഹം നമ്മളെ അഡ്രസ്സ് ചെയ്യുന്ന സ്ഥലം ലാൽ കില, റെഡ് ഫോർട്ട്, ചെങ്കോട്ട. ആരാണ് റെഡ് ഫോർട്ട് പണി കഴിപ്പിച്ചത്? അതിന് റെഡ് ഫോർട്ട് എന്ന് വിളിക്കാൻ കാരണം എന്താ? ചുവന്ന പെയിന്റ് അടിച്ചുകൊണ്ടല്ല, അതിൻ്റെ ബിൽഡിംഗ് മെറ്റീരിയലിന് ചുവപ്പ് കളറാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ബിൽഡിംഗ് മെറ്റീരിയൽ? ആരാണ് പണി കഴിപ്പിച്ചത്? മൂപ്പര് പണി കഴിപ്പിച്ചിട്ടുള്ള വേറെ മോണുമെന്റ്സ്. ഇതൊരു മുഗൾ മോണുമെന്റ് ആണ്. എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് നോക്കുക, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ GK എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എന്നല്ല, ഇങ്ങനെ തുടങ്ങാം. ചുറ്റും കാണുന്ന സാധനങ്ങളിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് GK പഠനം എളുപ്പത്തിലേക്ക് പോകും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ, ഒരു ഷോർട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നമ്മൾ ഉറപ്പായിട്ടും ചെയ്യും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.